ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. എപ്പോഴും നമുക്ക് മെസ്സേജസ് ലഭിക്കാറുണ്ട്. മാനിഫെസ്റ്റേഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. സോ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സൈക്കോളജിക്കലി ആൻഡ് ആസ്ട്രോളജിക്കലി ഒരു അനാലിസിസ്, ഒരു വിശകലനം നമുക്ക് നടത്തി നോക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രാക്ടിക്കലി എങ്ങനെ മാനിഫെസ്റ്റേഷൻ നടത്താം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി വേണ്ടത് ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായ ആഗ്രഹമുണ്ടാവുക എന്നുള്ളതാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുക, ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾക്ക് ഒരു ജോബ് ലഭിക്കണം എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങളൊരു ബിഗിനറാണ്, ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങളൊരു ബിഗിനറാണ് എങ്കിൽ നിങ്ങൾ എപ്പോഴും ജേർണൽ ചെയ്യണം. നമ്മളൊരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടുള്ള കാര്യം വരില്ല. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്കത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ആവുന്നതാണ്. എന്നാൽ നിങ്ങളൊരു ബിഗിനറാണ്, ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനൊക്കെ വർക്ക് ചെയ്യുന്നതിൽ നിങ്ങളൊരു ബിഗിനറാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജേർണൽ ഔട്ട് യുവർ ഡ്രീംസ്, ജേർണൽ ഔട്ട് യുവർ ഗോൾസ് വിത്ത് ക്ലാരിറ്റി, വിത്ത് മൈന്യൂട്ട് ഡീറ്റെയിൽസ്. എത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും എളുപ്പത്തിൽ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു ഫിനാൻസ് ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ എത്തണം എന്നുള്ളത് കൃത്യമായി ആഗ്രഹിക്കുക, അത് എഴുതി വയ്ക്കുക. ഓക്കെ, ജോബാണ് എങ്കിലും ട്രാവൽ ചെയ്യാനാണെങ്കിലും എന്തും ആഗ്രഹങ്ങൾ എന്തും ആയിക്കോട്ടെ, ഒരു വ്യക്തിക്ക് പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം. എന്താഗ്രഹങ്ങളാണെങ്കിലും അതിനാദ്യം ഒരു ക്ലാരിറ്റി കൊടുക്കുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളത് എഴുതി വെച്ചതിന് ശേഷം ആ എഴുതി വച്ചിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇമാജിനേഷൻ അത് കൊണ്ടുവരിക. നിങ്ങൾക്ക് എന്ത് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തെ പോയിന്റ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഡിഫിക്കൽട്ടാണ് നമുക്കത് തരണം ചെയ്യാനും. നിങ്ങൾ ആരുമായിട്ടാണ് നിങ്ങളുടെ എനർജീസ് ഷെയർ ചെയ്യുന്നത്, ഹൂ യു ആർ സറൗണ്ടഡ് ബൈ, നിങ്ങൾ സംസർഗം നടത്തുന്ന വ്യക്തികൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ എനർജി ട്രാൻസാക്ഷൻസ് നടത്തുന്ന വ്യക്തികളുടെ എനർജി നിങ്ങളിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. എനർജി ട്രാൻസാക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ സംസാരം കൊണ്ട്, അതല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ അവരുടെ എനർജി, ടീമിലൊക്കെ ഉള്ളവരുടെ എനർജി, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഓറ, പവർ, ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് നോബഡി ക്യാൻ സ്റ്റോപ്പ് എനർജി ട്രാൻസാക്ഷൻസ്. അത് നമുക്ക് നിർത്തി വയ്ക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പോലും ആണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നിങ്ങളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ. പക്ഷെ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ആഗ്രഹങ്ങളുള്ള, അംബീഷനുള്ള, പാഷനുള്ള, ജീവിതത്തിനെ വളരെ സന്തോഷകരമായിട്ട് കാണുന്ന വ്യക്തികളുമായിട്ട് നിങ്ങളെ തന്നെ സറൗണ്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ വളരെ ഡിപ്രസീവ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ച തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളെ ആഗ്രഹിക്കാൻ പ്രേരിപ്പിക്കാത്തവരാണ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് എപ്പോഴും ലിമിറ്റേഷൻസ് കൊടുക്കുന്നവരാണ്, വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മളെ കൊണ്ടത് പറ്റില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും ഈ ആഗ്രഹങ്ങളൊക്കെ വളരെ അബ്സേർഡാണ്, വളരെ വിയേർഡാണ് എന്ന് നിങ്ങളോട് പറയുന്നവരായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തിരിച്ചറിയുക, ഈ വ്യക്തിത്വങ്ങൾ, അതായത് ഞാൻ ഇടപെടുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ഈ എനർജി ഉള്ളവരാണ്, അതിന് ഞാൻ ശക്തമായ ബൗണ്ടറി വെക്കണം,
കോഡ് കട്ടിങ് പ്രാക്ടീസ് ചെയ്ത് എനർജി കട്ട് ചെയ്ത് നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ, നിങ്ങളുടെ പോസിറ്റീവ് എനർജി അവരിലേക്ക് ഡ്രെയിൻഡ് ഔട്ട് ആയി പോവാതെ നിങ്ങളെ രക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് വരുന്നത്. നമ്മൾ സംസർഗ ഗുണദോഷ എന്ന് പറയുമല്ലോ, അത് നിങ്ങൾ ആരുമായിട്ടാണോ ഇന്ററാക്ട് ചെയ്യുന്നത് അവരുടെ ഒരു ചെറിയ ഒരു ലാഞ്ചന നിങ്ങളിലേക്ക് വരുന്നത് തന്നെയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയുമല്ലോ, അവൻ ആ കൂട്ടുകൂടി നടന്നിട്ടാണ് അവന് പരീക്ഷയ്ക്ക് ഫെയിലായി പോയത് എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഈ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകൂടി നടന്ന് പഠിക്കാൻ അത്ര താല്പര്യമില്ലാത്ത വ്യക്തികളുടെ കൂടെ കൂട്ടുകൂടി നടന്നപ്പോൾ മോശമായി പോയത്? അവനിൽ ആ ഒരു ഉഴപ്പുണ്ടായി. കാര്യം അവൻ കൂട്ടുകൂടി നടക്കുന്നവരുടെ സമ്പർക്കം എന്ന് പറയുന്നത് അവൻ്റെ ആ തരത്തിലുള്ള ആൾക്കാരാണ്. അവർ കൂടുതൽ സംസാരിക്കുക പഠിത്തത്തെക്കുറിച്ചായിരിക്കില്ല, അവരുടെ ആഗ്രഹങ്ങൾ വേറെ ലെവലിലായിരിക്കും. അതിലേക്ക് ഇവൻ്റെ മനസ്സും മാറിയിട്ടുണ്ട്. നമ്മളത് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഇതൊന്നും ആരോടും പറഞ്ഞു കൊടുക്കാറില്ല. കാര്യം ഓൾറെഡി അത് അവർക്ക് അറിയാമല്ലോ അവരുടെ കാര്യം നോക്കാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ക്യാരിഡ് അവേ ആകും. നമ്മൾ പല പ്രായത്തിലുള്ള അവരാണെങ്കിലും ഡ്രഗ്സിൽ ഒക്കെ ആൽക്കഹോളിലേക്കൊക്കെ ലഹരി പദാർത്ഥങ്ങളിലേക്കൊക്കെ വഴുതി പോകുന്നവർ, അവർ അത് യൂസ്ഡ് ആയിരിക്കില്ല. പക്ഷെ അവർ ചെന്നുപെടുന്ന കൂട്ടുകെട്ടുകൾ അങ്ങനെയായിരിക്കും. അതിന് പ്രായം ഒരു പരിധിയേ അല്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ കൂട്ടുകൂടുന്ന വ്യക്തികൾ എങ്ങനെ ഉള്ളവരാണ്, നിങ്ങൾക്ക് എങ്ങനെയുള്ളവരെ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. ഒരു കണ്ടീഷൻസ് മറ്റുള്ളവരിൽ കൊടുക്കാതെ, മറ്റുള്ളവരിൽ നിന്ന് അധികം എക്സ്പെക്ട് ചെയ്യാതെ അവനവൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും മനസ്സുണ്ടാവുകയും ചെയ്യുന്നത്. പലപ്പോഴും എല്ലാവർക്കും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാനോ ഇൻസ്പയർ ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. എന്നാൽ എന്നെക്കൊണ്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാൻ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും പാടില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നിങ്ങളെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ വീട്ടിലുള്ളവരായിക്കോട്ടെ, തമാശയ്ക്കൊക്കെ ആയിരിക്കാം നിങ്ങളെ കളിയാക്കുക. ഇതൊക്കെ നിങ്ങളുടെ സ്ട്രെങ്ത് വീക്കൻ ചെയ്യും, നിങ്ങളുടെ ഇന്നർ കോർ കോൺഫിഡൻസ് ഒക്കെ വീക്കൻ ചെയ്യും. ഓട്ടോമാറ്റിക്കലി ആൻഡ് ഗ്രാജുവലി ഇത് നിങ്ങളിൽ ഒരു വലിയ ഇഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള കളിയാക്കലുകളൊക്കെ ഒഴിവാക്കുന്നത്, അത് എത്ര സ്നേഹബന്ധത്തിൻ്റെ പേരിലാണെങ്കിലും ആ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന തമാശകൾ അനുവദിച്ചു കൊടുക്കാതെ ഇരിക്കുക. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ബൂസ്റ്റ് ചെയ്ത് തരുന്ന ഫ്രണ്ട്സാണ് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത്. അങ്ങനെ ഉള്ള വ്യക്തിത്വങ്ങളെയാണ് നിങ്ങൾ ചുറ്റും സറൗണ്ട് ചെയ്തു വയ്ക്കേണ്ടത്. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള വൈബുള്ള, ഇതിനാണ് നമ്മൾ വൈബ് എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ ഉയരണമെന്ന്, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഉയരണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതേപോലെ ഫിനാൻഷ്യലി ഉയരണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങളെ നിങ്ങൾ കൂട്ടുപിടിക്കുക, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അതല്ലാതെ ഫിനാൻസിനോടൊന്നും നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, എനിക്കുള്ളതുകൊണ്ട് ഞാൻ ജീവിക്കും, ഉള്ളതിൽ ഞാൻ തൃപ്തനാണ്, എനിക്കുള്ളത് മതി, എനിക്ക് ഈ ഒരു ലിമിറ്റിനപ്പുറം എനിക്ക് ഫിനാൻസ് വേണ്ട എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അത് തെറ്റാണ് എന്നല്ല, എന്നാൽ അങ്ങനെയുള്ള വ്യക്തികളുടെ കൂട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. നിങ്ങളിൽ അതൊരു മടുപ്പാണ് ഉളവാക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു 5 വ്യക്തിത്വങ്ങൾ, നിങ്ങളുടെ ഇന്നർ സർക്കിളെങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള ഒരു സർക്കിൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ, പലപ്പോഴും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. യെസ്, കറക്റ്റാണ്, ആവശ്യമാണല്ലോ നമുക്ക് വേണ്ടത്, മാനിഫെസ്റ്റഡ് ആക്കി എടുക്കേണ്ടത്. എന്നാൽ ഈ ആവശ്യം എന്ന് പറയുന്നത് ആ ഒരു വസ്തു, ആ ഒരു കാര്യം, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു വ്യക്തി എന്തുമായിക്കോട്ടെ, അതില്ലാതെ നിങ്ങൾക്ക് സമാധാനമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നൊരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നടക്കില്ല. വാട്ട് യു കനോട്ട് ലീവ് വിത്ത് വിൽ നോട്ട് ഗെറ്റ് മാനിഫെസ്റ്റഡ്, ബട്ട് വാട്ട് യു ലവ് ദ മോസ്റ്റ് വിൽ ഗെറ്റ് മാനിഫെസ്റ്റഡ് ക്വിക്ക്ലി. അതായത് നിങ്ങൾ എന്തിനെയാണോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്, നിങ്ങൾ അതിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നത്, അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റഡ് ആയി വരും.
എന്നാൽ എനിക്കതില്ലാതെ പറ്റില്ല, എനിക്ക് സന്തോഷമില്ല, എൻ്റെ സന്തോഷം അതിലാണ്, എൻ്റെ സമാധാനം അതിലാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും മാനിഫെസ്റ്റഡ് ആയി വരില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ, എന്ന് നിങ്ങൾക്ക് അതില്ലാതെ നിങ്ങളായി തന്നെ തുടരാൻ സാധിക്കും, നിങ്ങളുടെ സമാധാനത്തിൽ സന്തോഷത്തിൽ തുടരാൻ സാധിക്കും. അന്ന് മുതൽ ആ കാര്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോകാതെയാവും. ആ സമയത്ത് നിങ്ങൾക്കതിനെ സ്നേഹിക്കാം ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട്. ഓക്കെ, അവിടെയാണ് പോയിന്റ് വരുന്നത്. നിങ്ങൾ എന്തിനോട് അറ്റാച്ച്ഡ് ആണോ അത് നിങ്ങളിൽ ഒരിക്കലും മാനിഫെസ്റ്റഡ് ആയി വരില്ല. എന്നാൽ നിങ്ങൾ എന്തിനോട് ഡിറ്റാച്ച്ഡ് ആണോ, ആൻഡ് സ്റ്റിൽ യു ക്യാൻ ലവ് ദാറ്റ്. അത് വസ്തുവാകാം, സാഹചര്യമാകാം, വ്യക്തിയാകാം, എന്തുമാവാം, അത് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റഡ് ആയി വരും. നമ്മൾ ആസ്ട്രോളജിക്കലി ഒക്കെ നോക്കുന്ന സമയത്ത് ശുക്രന്റെ രാഹുവിന്റെ പ്രഭാവം കൂടുതലുള്ളവർക്ക് മാനിഫെസ്റ്റേഷൻസ് വളരെ ഈസി ആയിട്ട് വർക്ക് ആവുന്നത് കാണുന്നുണ്ട്. കാരണം ശുക്രൻ എന്ന് പറയുമ്പോൾ ലക്ഷറിയാണ്, മെറ്റീരിയലിസ്റ്റിക്കൽ കാര്യങ്ങളാണ്. രാഹു എന്ന് പറയുമ്പോഴും അബണ്ടൻസ് ആണ്, കലികാലത്തിൻ്റെ ഗ്രഹങ്ങളാണ്. അപ്പോൾ അതായത് ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ചാർട്ടിൽ കൂടുതലാണെങ്കിൽ, സ്ട്രോങ്ങർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള ഒരു ഭാഗ്യത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ ജനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ യോഗമുണ്ട്. അതേസമയം നിങ്ങൾക്ക് കേതുവിൻ്റെ പ്രഭാവമാണ് കൂടുതൽ, ശനിയുടെ പ്രഭാവമൊക്കെയാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കർമ്മയുമായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ മുൻജന്മത്തിൽ നിങ്ങൾ ഒരുപാട് ധനികനായിട്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുത്ത് പവറിൽ, പൊസിഷനിലൊക്കെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ആഗ്രഹം തോന്നാം, പക്ഷെ നിങ്ങൾ അതിന് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. കാരണം ഈ കേതുവിൻ്റെ പ്രഭാവമുള്ളവർക്ക് എപ്പോഴും സ്ഥായിയായ ഒരു ഭാവം എന്ന് പറയുന്നത് ഒരു ഡിറ്റാച്ച്മെന്റ് ആണ്. അത് അവരറിഞ്ഞു അറിയാതെ അവരുടെ ഉള്ളിൽ അത് വർക്ക് ആകുന്നുണ്ട്. എന്നാൽ രാഹു എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങളുടെ കൂമ്പാരമാണ്. ദേ ആർ നാച്ചുറൽ മാനിഫെസ്റ്റേഴ്സ്. ശുക്രനും അതുപോലെ തന്നെയാണ്. അതേസമയം ബുധൻ നീചത്തിൽ നിൽക്കുന്നവർക്കും മാനിഫെസ്റ്റേഷൻസ് കുറച്ചും കൂടെ വർക്ക് ആവുന്നുണ്ട്. കാരണം നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരൊറ്റ ലക്ഷ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇമാജിൻ ചെയ്ത് അതിലേക്ക് ഡ്രീം കൊടുക്കണം, അതിലേക്ക് നിങ്ങളുടെ എനർജി കൊടുക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. അതായത് നിങ്ങൾ ആഗ്രഹിക്കുക, ഇതെങ്ങനെ എത്തും എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ജോബാണ്, അത് നിങ്ങളുടെ ജോലിയല്ല. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ബുധൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളവർ, നിരൂപണം, അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ ശക്തമായ ബുധനുള്ളവർക്ക് ലോജിക്കലി അവരെല്ലാം തിങ്ക് ചെയ്യാൻ തുടങ്ങും. ലോജിക്കലി തിങ്ക് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടില്ല. കാരണം നിങ്ങൾ കാണാത്ത കാര്യങ്ങളാണ്, നിങ്ങൾ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ല, നിങ്ങൾക്കത് വേണം എന്നുള്ളതാണ്. ഇതെങ്ങനെ നിങ്ങളിലേക്ക് വരും, ഏത് റൂട്ടിൽ കൂടെ വരും, എവിടുന്ന് വരും, എപ്പോൾ വരും, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കില്ല. കാര്യം നിങ്ങൾ ഒബ്സ്റ്റക്കിൾസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ബുധൻ നീചത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അധികമൊന്നും ചിന്തയില്ല, അവർക്ക് ചിന്തയില്ല. അത് അവർക്ക് ഒരു തരത്തിൽ മാനിഫെസ്റ്റേഷൻസിന് നല്ലതാണ്. അതായത് അധികം ബുദ്ധിയില്ലാത്തവർക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ആകും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് കരുതുന്നത്? ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവണമെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാവണമെന്നല്ല, നിങ്ങളുടെ ബുധനെ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ നീചത്തിലിരിക്കുന്ന ബുധൻ നിങ്ങൾക്ക് അധികം ചിന്തിക്കാതെ കാര്യങ്ങൾ പെട്ടെന്ന് കൊണ്ടുതരും. ഇനി ഇവർക്ക് നല്ലൊരു ശുക്രനും രാഹുവും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കൊണ്ടുതരും, പക്ഷെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. അതേസമയം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും, കുറച്ച് ഡിലേഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള ബുധനുള്ളവർക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്കറിയാം. സോ നിങ്ങളുടെ ബുധനെ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് അടുത്തൊരു പോയിന്റാണ്. പിന്നെ നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന സമയത്ത് ഇതൊക്കെ ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു യോഗമുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ ആസ്ട്രോളജിക്കലിയും ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിട്ടാണ്
കാരണം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങളുടെ സോള് എത്രത്തോളം സ്ട്രോങ്ങർ ആണ്, അല്ലെങ്കിൽ ഈ സോളിന് എത്ര കാർമിക് ഡെറ്റ് ഉണ്ട് എന്നതനുസരിച്ചിട്ടാണ്. നിങ്ങളൊരു 10 കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 കാര്യമായിരിക്കും ഈ ജന്മത്തിൽ ഉണ്ടാവുക. കാര്യം നിങ്ങളുടെ സോൾ അത്രയും വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ നേടിയെടുക്കാനുള്ള പവർ നിങ്ങൾക്കുണ്ടാവുള്ളൂ. നിങ്ങളൊരു മാഗ്നറ്റ് പോലെ ഈ ലോകത്തുള്ള എല്ലാ ബ്യൂട്ടിഫുൾ കാര്യങ്ങളെയും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യണം. അതാണ് മാനിഫെസ്റ്റേഷൻ. അങ്ങനെ അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പോസിറ്റീവായിരിക്കണം. സോ നിങ്ങൾ എത്രയും പോസിറ്റീവായിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എത്രയും നെഗറ്റിവിറ്റി കളയാൻ സാധിക്കുന്നു, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ അത്രയും കൂടുന്നതാണ്. ഓക്കെ, ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ലോജിക്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ലോജിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ്. അപ്പം നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം ഇല്ലാതാക്കുക, നിങ്ങളെ തന്നെ സ്വയം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് മാനിഫെസ്റ്റേഷൻ. ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന ഒരാൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും? എങ്ങനെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവും? അതേസമയം നിങ്ങൾ വളരെ സന്തോഷത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. കാര്യം നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആണ്, ടെൻഷൻ ഫ്രീ ആണ്, റിലാക്സ്ഡ് ആണ്. ആ ഒരു കാംനെസ്സിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. അങ്ങനെ സന്തുലിതമായ ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങളും കൂടെ വേണം: വിശ്വാസം, അതുപോലെ കോൺഫിഡൻസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് ഒഴുകി വരാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ട സഹായം മുഴുവൻ ചെയ്തു തരുന്നുണ്ട്. കാരണം നിങ്ങൾ അതിന് ഡിസേർവിംഗ് ആണ് എന്നുള്ള വിശ്വാസം അത് നിങ്ങൾക്കുണ്ടാവണം. രണ്ടാമതായിട്ട് കോൺഫിഡൻസ്. വിശ്വാസവും കോൺഫിഡൻസും രണ്ടും ബ്ലെൻഡ് ചെയ്ത് നിങ്ങളിൽ ഉണ്ടാവണം. ഇനി ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ടാവുമല്ലോ. ഈ ആക്ഷൻസ് കൺസിസ്റ്റൻസി കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ കൊടുക്കുന്ന എഫേർട്സ് കണ്ടിട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്കിത് തരാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്ന് പറഞ്ഞ് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്കൊരു ലക്കി ഡ്രോ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും പോയിട്ട് ലോട്ടറി ടിക്കറ്റ്സ് വാങ്ങിക്കുക എന്നുള്ളതല്ല അതിൻ്റെ എഫേർട്ട്. അത് അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാര്യം അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഞാൻ എഫേർട്ട് എടുക്കാതെ ഞാൻ ആഗ്രഹിക്കുന്ന കിട്ടില്ലല്ലോ. ആഗ്രഹം എന്താണ്? ലക്കി ഡ്രോ വിൻ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് ഡെയിലി ഒരു ടിക്കറ്റ് എടുക്കുക. നിങ്ങളുടെ ഫിനാൻസ് വേസ്റ്റ് ആവുമല്ലാതെ നിങ്ങൾക്ക് അതിൽ ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ നിങ്ങൾക്ക് വേണം. പിന്നെ എന്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇത് നിങ്ങളിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ വരും. പക്ഷെ ആ ടൈമിംഗ് ദാറ്റ് മാറ്റേഴ്സ്. അത് നിങ്ങൾക്ക് നല്ലൊരു സമയം, നല്ല സമയം എന്ന് പറയുന്നത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രകൃതി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഒരു നല്ല സമയം. ആ നല്ല സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥയും നല്ല രീതിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നത്. സോ ഞാൻ ഇത് ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുന്നുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ഇത് നമ്മൾ പാർട്ട് 1 ആയിട്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇതിൻ്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്സിലേക്ക് നമുക്ക് പാർട്ട് 2-ൽ കടക്കാം. നിങ്ങളെ തന്നെ ഇവിടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറേ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. ഇത് നിങ്ങൾ ഓരോ പോയിന്റ്സ് ആയിട്ട് തന്നെ ഒന്ന് ജേർണൽ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കി അത് ഓരോന്നായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. അങ്ങനെ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇതിന് പ്രിപ്പയർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. സോ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു കോണ്ടന്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ ടാരറ്റ് റീഡിംഗ്, ടാരറ്റ് കൺസൾട്ടേഷൻസ് ഒക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ ആവശ്യമാണ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആവശ്യമാണ്,
മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ all of you all take care. Bye.